പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് നമ്മൾ ജീവിതത്തിൽ പകർത്താനുള്ള കുറച്ച് സന്ദേശങ്ങൾ മൂന്നാം ഭാഗം എന്ന രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. നിങ്ങൾ കേട്ട ഈ സന്ദേശങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ നിത്യജീവിതത്തിൽ മക്കളോട് സംസാരിക്കുമ്പോഴും സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോഴും നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ സഹപ്രവർത്തകരോടും താഴെയുള്ളവരോടും മുകളിലുള്ളവരോടും സംസാരിക്കുമ്പോഴും ഇവിടെ ഈ യൂട്യൂബിലെ സന്ദേശത്തിലൂടെ കേട്ടത് പറഞ്ഞു കൊടുക്കണം. നമ്മൾ എത്രത്തോളം മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുവോ അത്രയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു ഔത്സുക്യം ഉണ്ടാവും. ഒരു ചെറിയ സംഭവം, നിരന്തരം ഭാഗവത സപ്താഹം വായിക്കുന്ന ഒരു തിരുമേനിയെ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ തിരുവല്ലയിൽ വെച്ച് കാണുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ തിരുമേനി, വിശേഷമൊന്നുമില്ലല്ലോ, അങ്ങാണോ ഇവിടുത്തെ ഭാഗവത സപ്താഹം വായിക്കുന്നത് എന്ന്. അദ്ദേഹം ഉടനെ പറഞ്ഞു, ഇതെൻ്റെ 327ാമത്തെ ഭാഗവത സപ്താഹമാണ്. 327 വേദികളിൽ ഞാൻ സപ്താഹം നടത്തി എന്ന അഭിമാനത്തോടുകൂടി പറഞ്ഞ ഉടനെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ 327 വേദികളിൽ ഭാഗവത സപ്താഹം നടത്തിയതിന് അങ്ങക്ക് സമൂഹത്തിൽ എന്ത് മാറ്റം ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരു മാറ്റവും സമൂഹത്തിലില്ല അവർ. ഉടനെ ഞാൻ ചോദിച്ചു, ഇത്രയും അധികം ഭാഗവത സപ്താഹം അങ്ങ് നടത്തിയിട്ട് സമൂഹത്തിലെ ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപെട്ടിട്ട് ജനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ഭാഗവത സപ്താഹം നടത്തുന്നത് എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം മറുപടി പറഞ്ഞത്, എന്നിൽ ധാരാളം മാറ്റം ഉണ്ടായിട്ടുണ്ട്, എന്നിൽ അസാധാരണമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അഭിപ്രായ പ്രകടനം വളരെ നന്നായിട്ട് എനിക്ക് തോന്നി. നമ്മൾ മറ്റുള്ളവർക്ക് ഓരോ ഉപദേശം കൊടുക്കുമ്പോഴും നമ്മളിൽ നല്ല മാറ്റം ഉണ്ടാവുന്ന വിധത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ ധന്യമായ ഒന്നായിരിക്കും. ആദ്യം നമ്മൾ ഉയരുക, പിന്നെ മറ്റുള്ളവരെ ഉയരുക. മറ്റൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാം. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ മാവ് ചൂടാക്കി തണുത്ത കല്ലിലേക്കല്ല ഒഴിക്കുക, ദോശക്കല്ല് ചൂടാക്കും. ആ ദോശക്കല്ല് നല്ലോണം ചൂടായി എന്നറിഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് എണ്ണ ഒഴിച്ച് ദോശമാവ് ഒഴിക്കുക. ഈ ദോശക്കല്ല് എന്തിനാ ആദ്യം ചൂടാക്കുന്നത്? അത് നല്ലോണം ചൂടാവാതെ ദോശമാവ് ദോശയായി മാറില്ല. മാത്രമല്ല, ആ ദോശക്കല്ലിനൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിലേക്ക് ഒഴിക്കുന്ന ദോശ അതിലൊട്ടിപ്പിടിച്ച് എന്നും നിൽക്കരുത്, ബോണ്ടേജ് ഉണ്ടാവരുത്. അപ്പം ദോശക്കല്ലും ദോശയും തമ്മിൽ ബോണ്ടേജ് ഇല്ലാതിരിക്കാനാണ് എണ്ണ തേക്കുന്നത്. അപ്പോൾ അതിൽ വന്ന് ആ ദോശക്കല്ല് ദോശയ്ക്ക് ചൂട് കൊടുത്ത് മാവിനെ ദോശയാക്കി മാറ്റിയാൽ ദോശക്കല്ലിൻ്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. ബോണ്ടേജ് ഇല്ലാതെ അടുത്ത ദോശയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ദോശക്കല്ലിന് നടത്താം. ഇതുപോലെ ആയിരിക്കണം നമ്മളെല്ലാവർക്കും നമ്മുടേതായ നന്മ നിറഞ്ഞ ഉപദേശങ്ങളും സന്ദേശങ്ങളും കൊടുക്കുമ്പോഴും അവരുമായിട്ട് പരിധിക്കപ്പുറം ബോണ്ടേജ് ഉണ്ടാവരുത്. അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാം, ബന്ധം ഉണ്ടാവാം, ബന്ധനം ഇല്ലാത്ത വിധത്തിൽ വേണം സന്ദേശങ്ങൾ കൊടുക്കാൻ. അടുത്ത ഒരു ചെറിയ പോയിന്റ്, നമ്മുടെ നാക്കും മനഃശാസ്ത്രവും ഈ ലോകത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു മനുഷ്യ അവയവമാണ് നാക്ക്. 14 സെൻറ്റിമീറ്റർ നീളമുള്ള നാക്ക്. അതിലാണ് ശരിക്കു പറഞ്ഞാൽ എല്ലാം സ്വാധീനിക്കുന്നത്. വാക്ക് അതിൽ നിന്നാണ് വരുന്നത്. സ്വാദ്, ഹറി, വറി, കറി, ഇത് 3 നാക്കുമായിട്ട് റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നു. ഹറി നമ്മൾ ധൃതി പിടിച്ചാൽ അത് വാക്കിലൂടെ റിഫ്ലക്റ്റ് ചെയ്യും. ഹറി, വറി, നമ്മുടെ ദുഃഖമെല്ലാം നാക്കിലൂടെ റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ കറി, ഏത് തരത്തിലുള്ള ഭക്ഷണം ആണ് വേണ്ടത് എന്ന് നമ്മുടെ ശരീരം നമ്മളെ അറിയിക്കുന്നത് നാക്കിലൂടെയാണ്. അപ്പോൾ നാക്കിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്നാണ്.
നമ്മൾ നാക്കിൻ്റെ അടിമയാകരുത്. നമ്മുടെ അടിമയാകണം നാക്ക്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും നമ്മുടെ അടിമയാവണം. നമ്മൾ അവയവത്തിൻ്റെ അടിമയാവരുത്. നമ്മൾ ചെവിയുടെ അടിമയാവരുത്. നമ്മൾ കണ്ണിൻ്റെ അടിമയാവരുത്. നമ്മൾ മൂക്കിൻ്റെ അടിമയാവരുത്. നമ്മൾ നാക്കിൻ്റെ അടിമയാവരുത്. നമ്മൾ ത്വക്കിൻ്റെ അടിമയാവരുത്. നമ്മളുടെ അടിമയാവണം നമ്മുടെ ചെവിയും കണ്ണും മൂക്കും നാക്കും ത്വക്കും. ആ നാക്ക് ഹറി വറി കറി എന്നീ 3 പ്രശ്നങ്ങളിൽ കിടന്ന് ഉഴലുമ്പോൾ ഓർമ്മിക്കുക, നാക്കിന് ഇഷ്ടപ്പെട്ടതെല്ലാം ശരീരത്തിന് ഇഷ്ടപ്പെടും. നാക്കിന് നല്ലതെന്ന് തോന്നുന്നതെല്ലാം ശരീരത്തിന് നല്ലതാവണമെന്നില്ല. നാക്കിന് നല്ലതെന്ന് തോന്നുന്നതെല്ലാം ശരീരത്തിന് നല്ലതാവണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് നാക്കിനെ നിയന്ത്രിക്കാൻ വാക്കിൻ്റെ കാര്യത്തിലും ആഹാരത്തിൻ്റെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അടുത്തത് ഒരു പാട്ട്. ശരിക്കു പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്രഭാഷണത്തിനായിട്ടുള്ള യാത്രയ്ക്ക് പോകാറുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ചിലപ്പോൾ കണ്ണൂരിലേക്കായിരിക്കും യാത്ര, പാലക്കാടേക്കായിരിക്കും, ചിലപ്പോൾ അവിടെ നിന്ന് തിരിച്ച്. വളരെ സുദീർഘമായ യാത്ര സ്കോർപിയോ വണ്ടിയിൽ ഞങ്ങൾ പോകുമ്പോൾ പലപ്പോഴും ക്ഷീണം ഞങ്ങൾ അറിയാതിരിക്കുന്നത് ഒരു നല്ല പഴയ കാലത്തെ വയലാർ രാമവർമ്മയുടെ, ശ്രീകുമാരൻ തമ്പിയുടെ ഒക്കെ പാട്ട് കേട്ടിട്ടാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, നല്ല പാട്ട് കേൾക്കാൻ പഠിക്കുക, നല്ല മന്ത്രങ്ങൾ കേൾക്കാൻ പഠിക്കുക. നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ആരുമാവട്ടെ, നാസായിലെ ശാസ്ത്രജ്ഞന്മാർ പോലും മന്ത്രം കേൾക്കുന്ന കാഴ്ച കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഞാൻ നാസായിൽ പോയപ്പോൾ കണ്ടു. രോഗികൾ മന്ത്രങ്ങൾ കേൾക്കുക. RCCയിൽ മന്ത്രത്തിൻ്റെ പ്ലെയർ വെച്ചിരിക്കുന്ന കാഴ്ച ഞങ്ങൾ ഒരുമിച്ച് ക്ലീവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ടി ടെമ്പിൾ ടട്ട്ലറും ഞാനും ഒരുമിച്ച് ചെന്നിട്ടാണ് അതവിടെ വെച്ചത്, അവിടെ സ്ഥാപിച്ചത് RCCയിൽ. അപ്പോൾ നമ്മൾ കുറേ പാട്ടുകൾ കേൾക്കുക, കുറേ മന്ത്രങ്ങൾ കേൾക്കുക. ഇത് കേൾക്കാൻ പ്രത്യേകിച്ച് സമയം മാറ്റിവെക്കേണ്ട കാര്യമില്ല. നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും, നമ്മൾ തുണി അലക്കുമ്പോഴും, ഈവൻ കിടന്നുറങ്ങാൻ പോകുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴും രാവിലെയും വൈകുന്നേരവും മന്ത്രങ്ങൾ വെക്കുക. നിർബന്ധമായിട്ട് മന്ത്രങ്ങൾ വെക്കണം. ആ മന്ത്രം അല്ലെങ്കിൽ നല്ല പാട്ടുകൾ ഒരു മതത്തിൻ്റെയും അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതും അല്ല, ഒരു രാഷ്ട്രത്തിൻ്റെതും അല്ല, അല്ലെങ്കിൽ അത് എല്ലാ മതത്തിൻ്റെതുമാണ്, എല്ലാ രാഷ്ട്രത്തിൻ്റെതുമാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടേതുമാണ്. അതുകൊണ്ട് ഋഗ്വേദത്തെയും വേദങ്ങളെയും യുനെസ്കോ നമ്മുടെ ഇൻ്റർനാഷണൽ പ്രോപ്പർട്ടി ആയിട്ട്, വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ വേദം വേൾഡ് ഹെറിറ്റേജ് ആണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഹെറിറ്റേജാണ്. നല്ല മന്ത്രങ്ങൾ രാവിലെയും വൈകുന്നേരവും DVD-യിൽ CD-യിൽ കേൾക്കുക. നിങ്ങൾ ഏത് മതസ്ഥരെങ്കിലും ആവട്ടെ, അതുപോലെ ടെൻഷൻ ഉണ്ടാകിൽ നല്ല പാട്ടുകൾ കേൾക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നമ്മുടെ ശരീരത്തിൽ അസാധാരണമായ മാറ്റം ഉണ്ടാവും. അതിന് കാരണം മനസ്സിൽ അസാധാരണമായ മാറ്റം ഉണ്ടാവുന്നതാണ്. ഇനി വേറൊരു സംഭവം പറയും. ഞാൻ എല്ലാ വർഷവും അരുണാചൽ പ്രദേശിലും ആസാമിലും ക്ലാസ് എടുക്കാൻ പോവാറുണ്ട്. ഒരിക്കൽ ആസാം റൈഫിൾസിൻ്റെ കമാൻഡറുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോവേണ്ടായി. അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് പോയത്. ഔദ്യോഗികമായിട്ട് എനിക്ക് ഒരു ഉച്ചഭക്ഷണം നൽകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ ഗസ്റ്റായിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ ആ കമാൻഡറുടെ വീട്ടിൽ ഞാനിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, മകളുണ്ടായിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു, ഔദ്യോഗികമായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഈ കമാൻഡർ മകളെ പരിചയപ്പെടുത്തി. ഞാൻ ഈ പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് മകളെ പരിചയപ്പെടുത്തിയപ്പോൾ ഒരു പ്രത്യേക കാര്യം പറയാൻ അദ്ദേഹം മറന്നില്ല. എൻ്റെ മകള് ഭഗവത്ഗീത വായിക്കാറുണ്ട്. അവൾ ഭഗവത്ഗീത ഇടയ്ക്കിടയ്ക്ക് കുറേ ശ്ലോകങ്ങൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ അവളോട് പറഞ്ഞു, ഭഗവത്ഗീത വായിക്കുമ്പോൾ സമയം വേസ്റ്റ് ആക്കണ്ട, ബാത്റൂമിലും ടോയ്ലറ്റിലും ഇരിക്കുമ്പോൾ നിങ്ങൾ ഭഗവത്ഗീത വായിച്ചോളൂ, അത്രയും സമയം നമുക്ക് പ്രയോജനപ്പെടുത്താമല്ലോ എന്ന് പറഞ്ഞു. അതെനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് വേദന തോന്നി. ബാത്റൂമിലും ടോയ്ലറ്റിലും ഇരുന്നുകൊണ്ട് വായിക്കാനുള്ള ഒരു സാധനമല്ല ഭഗവത്ഗീത എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. പിന്നെ കുറേ നേരം അദ്ദേഹം സംസാരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ മകള് എൻ്റെ അടുത്ത് വന്ന് 1-2 ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ മകളോട് പറഞ്ഞു, മകളെ, ഈ വീട്ടിൽ
ഔദ്യോഗികമായ വീടാണെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും പടം ഇങ്ങനെ ഈ ഫ്രണ്ടിൽ വെക്കരുത്. അത് ബാത്റൂമിൽ വെക്കുന്നതാണ് നല്ലത്. കാരണം ബാത്റൂമിൽ കുളിക്കുമ്പോഴും ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴും ഒക്കെ അച്ഛനെ അമ്മയും കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാത്റൂമിലെ കൃത്യങ്ങൾ നിർവഹിക്കാമല്ലോ. ടൈമും വേസ്റ്റ് ഇല്ല, സ്പേസും വേസ്റ്റ് ഇല്ല. അത് എപ്പോഴും അച്ഛനെ കാണാനുള്ളൊരു അവസരവും കൂടിയാണ് എന്ന് ഞാൻ അതേ ടോണിൽ പറഞ്ഞു. അപ്പോൾ ആസാം റൈഫിൾസിൻ്റെ കമാൻഡർക്ക് അത് അത്രയും പിടിച്ചില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, 5140 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഭഗവത്ഗീത ഒരു 10 മിനിറ്റ് വായിക്കാൻ ഇതിനകത്ത് സമയമില്ല, ബാത്റൂമിലാണ് സമയമെങ്കിൽ 24 മണിക്കൂറും അങ്ങയുടെ ചിത്രം ബാത്റൂമിൽ വെച്ചാൽ എന്താ കുഴപ്പം വരാൻ പോകുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം ഉടനെ എൻ്റെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മകളോട് പറഞ്ഞു, ഇനി മുതൽക്ക് ഭഗവത്ഗീതയോ മറ്റ് പവിത്ര ഗ്രന്ഥങ്ങളോ ബാത്റൂമിൽ വെച്ച് വായിക്കരുത് എന്ന് ഒരു നിർദ്ദേശവും കൊടുത്തു. ഇപ്പം എത്ര വലിയവരാണെങ്കിലും അത് അനുയോജ്യമല്ലാത്ത കമൻറ്റുകൾ പറയുമ്പോൾ അവരെ അനുയോജ്യമല്ലാത്ത രീതിയിലോ അനുയോജ്യമായ രീതിയിലോ തിരുത്താനും കൂടി നമ്മൾ ശ്രമിക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ശ്രമിച്ചപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അടുത്തത്, നമ്മളുടെ ചെവി എന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, അതിനെക്കുറിച്ച് ഒരു എസ്സേ എഴുതാൻ ഞാൻ എൻ്റെ സ്കൂളിലെ കുട്ടികളോട് പറഞ്ഞു. എനിക്കൊരു സ്കൂളുണ്ട്, ഭാരതീയ വിദ്യാവിഹാർ. 1000-ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ വേദം പഠിപ്പിക്കുന്നുണ്ട്. CBSE സിലബസ് പ്രകാരമുള്ള സ്കൂളാണ്. 10 ഏക്കർ സ്ഥലം, അതിൽ ഒരു 2-3 ഏക്കർ ഇതിനു വേണ്ടി മാറ്റിവെച്ച് നല്ല രീതിയിൽ നമ്മുടെ യോഗ പഠിപ്പിക്കുന്നുണ്ട്. നല്ല പ്രാർത്ഥനകളുണ്ട്, ഉപനിഷത്ത് മന്ത്രങ്ങളുണ്ട്, കഥകളുണ്ട്, പഞ്ചരത്നങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ പഞ്ചതന്ത്ര കഥകൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു കുട്ടികളോട് ഞാൻ പറഞ്ഞു, ചെവിയെക്കുറിച്ച് ഒരു എസ്സേ എഴുതാൻ. ചെവിയെക്കുറിച്ച് എസ്സേ എഴുതി അവർ കുറേ എഴുതി. നമ്മൾ കേൾക്കണം. എവിടെ നിന്ന് കേൾക്കണം? റേഡിയോയിൽ നിന്ന് കേൾക്കണം, അമ്മയിൽ നിന്ന് കേൾക്കണം, അച്ഛനിൽ നിന്ന് കേൾക്കണം, സഹപ്രവർത്തകരിൽ നിന്ന് കേൾക്കണം, താഴേക്കടയിലുള്ളവരിൽ നിന്ന് കേൾക്കണം, മുകളിലുള്ളവരിൽ നിന്ന് കേൾക്കണം, റൂട്ടിലൂടെ നടക്കുമ്പോൾ കേൾക്കണം, ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കേൾക്കണം, മന്ത്രങ്ങൾ കേൾക്കണം, കഥകൾ കേൾക്കണം, സന്ദേശങ്ങൾ കേൾക്കണം, അനുഭവങ്ങൾ കേൾക്കണം, വേണ്ടത് കേൾക്കണം, വേണ്ടാത്തത് കേൾക്കണം. ഇങ്ങനെ കേൾക്കുക എന്നുള്ള ആ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലുള്ള ചെവിയെക്കുറിച്ച് അവർ എസ്സേ എഴുതിയപ്പോൾ 2-3 കുട്ടികൾ എഴുതി അൺഎൻഡിങ് എന്ന് പറഞ്ഞ് എഴുതി. ഇത് അവസാനിക്കില്ല എന്ന് ഞാൻ നിങ്ങളോടും പറയുന്നു. ചെവി എന്ന ആയുധം, ചെവി എന്ന ഉപകരണം, ചെവി എന്ന അവയവം പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ശ്രോത്രം ഭദ്രം കർണേഭി ശൃണുയാമദേവ, ഉപനിഷത്തിലെ ആദ്യത്തെ ശാന്തി മന്ത്ര. എൻ്റെ ചെവികളിലൂടെ നന്മ നിറഞ്ഞത് കേൾക്കുവാൻ ഇടവരുത്തേണമേ ജഗദീശ്വര. ഞാൻ നിങ്ങളോട് പറയുന്നു, നന്മയും തിന്മയും കേൾക്കണം, വേണ്ടതും വേണ്ടാത്തതും കേൾക്കണം, ഉപയോഗമുള്ളതും ഉപയോഗമില്ലാത്തതും കേൾക്കണം, പാട്ടും കേൾക്കണം, സന്ദേശങ്ങളും കേൾക്കണം, കഥകളും കേൾക്കണം, അനുഭവങ്ങളും കേൾക്കണം. എന്തിനാണെന്നറിയാമോ? ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാം അനുഭവിച്ചറിഞ്ഞ് ശരിയും തെറ്റും ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ശരിയെടുത്ത് ജീവിക്കാനുള്ള അത്രയും ആയുസ്സില്ല. അപ്പം മറ്റുള്ളവർക്ക് പറ്റിയ നന്മകൾ, മറ്റുള്ളവർക്ക് പറ്റിയ അബദ്ധങ്ങൾ, മറ്റുള്ളവർ ചെയ്യുന്ന നന്മകൾ, മറ്റുള്ളവർ ചെയ്യുന്ന തിന്മകൾ, ഇത് നമ്മൾ കേട്ട് അതിലെടുക്കാനുള്ളത് മാത്രം എടുത്ത് കളയാനുള്ളത് കളയണമെങ്കിൽ ആദ്യം നമ്മൾ വേണ്ടത് കേൾക്കുക. അപ്പോൾ ചെവി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്, ഉപകരണമാണ്, അവയവമാണ്. നമ്മുടെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിൽ രാജാവിൻ്റെ സ്ഥാനമുള്ളത് അതാണ് എന്ന് മനസ്സിലാക്കാം. അടുത്തത്, ഒരു യുക്തിവാദിയായിട്ടുള്ള ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് പറയാൻ, ഈശ്വരനുണ്ടോ എന്ന് വിദ്യാർത്ഥികളോട് അധ്യാപകൻ ചോദിച്ചു. എല്ലാ കുട്ടികളും ഉണ്ടെന്ന് പറഞ്ഞു. ഈ അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? കുട്ടികളെല്ലാം സ്വാഭാവികമായും പറഞ്ഞു ഇല്ല. അപ്പൊ കാണാത്ത ഒന്നിനെ നിങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുക? കാണാത്ത ഒന്നിനെയും വിശ്വസിക്കരുത് എന്ന് 2-3 പ്രാവശ്യം അധ്യാപകൻ പറഞ്ഞു വിദ്യാർത്ഥികളോട്. അപ്പൊ വിദ്യാർത്ഥികൾ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈശ്വരനുണ്ടോ
എന്ന് വീണ്ടും അധ്യാപകൻ ചോദിച്ചപ്പോൾ മറ്റു കുട്ടികൾ മിണ്ടിയില്ല. ഒരു കുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സർ, ഈശ്വരനുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഉടനെ അധ്യാപകൻ ദേഷ്യത്തോടുകൂടി ആ വിദ്യാർത്ഥിയോട് ചോദിച്ചു, തനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടനെ ആ വിദ്യാർത്ഥി പൊളൈറ്റായിട്ട് പറഞ്ഞു, സാറ് സംസാരിക്കുന്നു, കാണുന്നു, ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, പക്ഷെ സാറിന് തലച്ചോറുണ്ടെന്നുള്ളതിന് എന്താ ഉറപ്പ്? ഞാൻ സാറിൻ്റെ തലച്ചോറ് കാണുന്നില്ലല്ലോ. പക്ഷെ തലച്ചോറുള്ളതിൻ്റെ ലക്ഷണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സാറിന് തലച്ചോറുണ്ടെന്ന് വിശ്വസിക്കുന്നത്. എനിക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കാൻ കാരണം അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈശ്വരനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. ആ അധ്യാപകൻ ആ വിദ്യാർത്ഥി പറഞ്ഞത് ശരിവെക്കുകയും അദ്ദേഹം ഈശ്വരനിൽ വിശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്തു. നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഈശ്വരൻ എന്ന ചൈതന്യത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ബോധമുള്ളവരാവണമെങ്കിൽ സീയിങ് ഈസ് ബിലീവിങ് എന്നുള്ളത് എല്ലാത്തിനും ആപ്ലിക്കബിൾ അല്ല. ഇലക്ട്രോണുകൾ കാണാൻ സാധിക്കില്ല, പ്രോട്ടോണുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല, സന്തോഷം അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ, കാണാൻ സാധിക്കില്ല, ദുഃഖം, വേദന, ഇതെല്ലാം അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ, കാണാൻ സാധിക്കില്ല. അപ്പം കണ്ടതേ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല, അല്ലാത്തതിനും പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ അനുമാനമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രമായിട്ട് അല്ലെങ്കിൽ ആപ്തവാക്യമായിട്ട് നമുക്കുണ്ട് എന്നുള്ള ബോധം വരുത്തുന്ന പലതും ഈ ലോകത്തിലുണ്ട്. കണ്ടാലേ വിശ്വസിക്കൂ എന്നെല്ലാത്തിനും ആപ്ലിക്കബിളായിട്ട് പറയാൻ സാധിക്കില്ല. അടുത്തത്, വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം. ഒരു ശവപ്പെട്ടിക്കാരൻ എന്തായിരിക്കും പ്രാർത്ഥിക്കുക? ധാരാളം പേര് മരിക്കണേ എന്നായിരിക്കോ? അങ്ങനെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അയാളുടെ ശവപ്പെട്ടി അയാൾക്ക് വിൽക്കാൻ സാധിക്കില്ല. ആ ഡെഡ് ബോഡിക്ക് മാത്രം വേണ്ട ഒരു സാധനം. വാങ്ങിക്കുന്നവന് ശവപ്പെട്ടിയുടെ ആവശ്യമില്ല, ഉപയോഗിക്കുന്നവന് താൻ എങ്ങനെയാ ഉപയോഗിക്കണേന്ന് അറിഞ്ഞൂടാ, വിൽക്കുന്നവന് അറിയാം ഇത് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടാനുള്ളതാണെന്ന്. അങ്ങനെ ഒരു സാധനമാണ് ശവപ്പെട്ടി. അപ്പം ആ ശവപ്പെട്ടിക്കാരൻ എന്തായിരിക്കും പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഇനി അടുത്ത ഒരു സന്ദേശം. കരമനയിൽ ഞങ്ങൾ വളരെ ചെറുപ്പം മുതൽക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട്. നല്ലൊരു ഡോക്ടറാണ്. MBBS പഠിച്ചിട്ടുള്ളൂ. കൃഷ്ണ നഴ്സിംഗ് ഹോമിൽ വളരെ ഈശ്വരാനുഗ്രഹമുള്ള കൈപുണ്യമുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹം രാവിലെ ആരെ ചികിത്സിക്കുന്നതിന് മുമ്പും ശ്രീ ഗണപതിയെ നമഃ 3 പ്രാവശ്യം എഴുതും. കണ്ണടച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇപ്പോൾ കുറച്ച് പ്രായമായി. അപ്പോൾ ഞാൻ എൻ്റെ മകനെ എനിക്ക് വല്ല അത്യാവശ്യ അസുഖം വന്ന ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം പോവാം. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടു. രാവിലത്തെ ആദ്യത്തെ പേഷ്യൻ്റ് ഞാനായതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടു. ഞാൻ വെറുതെ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, അങ്ങ് പ്രാർത്ഥിക്കുന്നത് ധാരാളം രോഗികൾ വരണേന്നാണോ? അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഇൻഡയറക്റ്റ്ലി ഒരു അർത്ഥമുണ്ട്. ധാരാളം രോഗമുള്ളവരുണ്ടാവണേ എന്നാണ്. അപ്പം ധാരാളം രോഗമുള്ളവരുണ്ടായാലേ, അല്ലെങ്കിൽ രോഗമുള്ള ധാരാളം പേരുണ്ടായാലേ, രോഗികൾ ധാരാളം പേരുണ്ടായാലേ കുറേ പേരെങ്കിലും ഡോക്ടറുടെ അടുത്ത് വരുള്ളൂ. അപ്പം ഡോക്ടറുടെ പ്രാർത്ഥന എന്താ? 1 സെക്കൻഡ് പോലും വൈകാതെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന ഞാൻ മരുന്ന് കൊടുക്കുന്ന, എൻ്റെ അടുത്ത് വരുന്ന, ഞാൻ ചികിത്സിക്കുന്ന എല്ലാ രോഗികൾക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പെട്ടെന്ന് അവരുടെ അസുഖം മാറണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാം. എത്ര പേര് വരണം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറില്ല. എല്ലാവരും രോഗികളാവണം, കുറേ പേര് രോഗികളാവണം, ധാരാളം രോഗികളുണ്ടാവണം, അവരെൻ്റെ അടുത്തേക്ക് എല്ലാവരും വരണം എന്നൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല. അങ്ങനെ ഒട്ട് ഞാൻ ചിന്തിക്കാറുമില്ല. ഞാൻ ജസ്റ്റ് ഞാൻ ചികിത്സിക്കുന്നവരെല്ലാം അസുഖം ഭേദമായി വളരെ പെട്ടെന്ന് നോർമൽ ജീവിതത്തിലേക്ക് വരണമെന്ന് പ്രാർത്ഥിക്കാം. ഇനി അടുത്തൊരു സന്ദേശം നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കാം. ഡോക്ടർ VP ഗംഗാധരൻ എന്ന് പറയുന്ന ഒരു ഓങ്കോളജിസ്റ്റ് ഉണ്ട്, ക്യാൻസർ സ്പെഷ്യലിസ്റ്റാണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ RCCയിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹം എറണാകുളത്തെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഐഡിയൽ ഡോക്ടർ. മനുഷ്യ ഹൃദയം, മനസ്സ്, വേദന, ദുഃഖം, മനുഷ്യൻ്റെ മനസ്സിലുള്ള കൺഫ്യൂഷൻ, ഇങ്ങനെയുള്ള വികാര വിക്ഷോഭങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന, ഞാൻ കണ്ടിട്ടുള്ളതിൽ ഈശ്വര തുല്യനായിട്ടുള്ള ഒരു ഡോക്ടറാണ് VP ഗംഗാധരൻ. ലാളിത്യത്തിൻ്റെ പരമകാഷ്ഠയിലുള്ള ആൾ.
അദ്ദേഹത്തിനെ കമ്പയർ ചെയ്യാൻ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ജീവിതം ഒരു അത്ഭുതം. ഞാൻ കുറേ കാലം ടൊറൻഡോയിൽ കാനഡയിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ പുസ്തകം ഞാൻ വായിച്ചത്. ഞാൻ വാതിൽ അകത്ത് ബോൾട്ട് ചെയ്ത് കുറേ നേരം കരയുണ്ടായി ആ പുസ്തകം വായിച്ചിട്ട്. എൻ്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ച ഏറ്റവും ഉജ്ജ്വലമായൊരു പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ VP ഗംഗാധരൻ സാർ എഴുതിയ ജീവിതം ഒരു അത്ഭുതം എന്ന പുസ്തകം. ജീവിതം ഒരു അത്ഭുതം, കറണ്ട് ബുക്സ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ആ പുസ്തകം നിങ്ങളൊന്ന് വായിക്കണം. മാത്രമല്ല, കുറച്ച് അഹങ്കാരം തുടങ്ങിയ വികാരങ്ങളുള്ളവർക്ക് ആ പുസ്തകം ബർത്ത്ഡേ പ്രസൻ്റായിട്ട് കൊടുക്കണം. അടിമുടി മനുഷ്യൻ മാറും. ഒരു പുസ്തകം വായിച്ചാൽ മനുഷ്യ മനസ്സുകളിൽ ഇത്രയും അധികം തീവ്രമായ വികാരമുണ്ടാവും എന്ന് എന്നെ പഠിപ്പിച്ച ഒരു ഗ്രന്ഥത. ചെറിയ പുസ്തകം, 10-32 സംഭവങ്ങളാണ് ജീവിതം ഒരു അത്ഭുതം എന്ന പുസ്തകത്തിലുള്ളത്. അത് നിങ്ങളും വായിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അഹങ്കാരമോ അല്ലെങ്കിൽ വാശിയോ പകയോ വിദ്വേഷമോ എല്ലാം മനസ്സിൽ നിറച്ചുകൊണ്ടെങ്കിൽ അത് മാറ്റാൻ ഒരു മരുന്നും കഴിക്കേണ്ട, ഒരു ഡോക്ടറുടെ അടുത്തും പോവേണ്ട, ഈ ഒരു പുസ്തകം വായിച്ചാൽ മതി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് അശ്വിനി ദേവതമാര് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ, കേട്ടിട്ടുണ്ടാവുമോ എന്ന്. അശ്വിനി എന്ന് വെച്ചാൽ ഇരട്ട ദേവതമാരാണ്. എന്താണെന്നറിയാമോ ഇരട്ടകൾ എന്ന് പറയുന്നത്? ഹിത ആഹാരം, മിത ആയാസം. ഇതാണ് ഇരട്ടകൾ. ഹിതമായ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫുഡ്, ഹിത ആഹാരം, മിത ആയാസം, കൺട്രോൾഡ് ആയിട്ടുള്ള എക്സർസൈസ്. അപ്രോപ്രിയേറ്റ് ഫുഡ് ആൻഡ് കൺട്രോൾഡ് എക്സർസൈസ്. ഇത് തിരിച്ചിട്ട് നോക്കാം. ഹിത ആയാസം, മിത ആഹാരം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സർസൈസ്, കൺട്രോൾഡ് ആയിട്ടുള്ള ഫുഡ്. ഇതിനെ തിരിച്ചും മറച്ചു വിട്ടാലും കറക്റ്റാ. അപ്പൊ അപ്രോപ്രിയേറ്റ് ഫുഡും ആവാം, അല്ലെങ്കിൽ കൺട്രോൾഡ് ഫുഡും ആവാം. അതുപോലെ തന്നെ കൺട്രോൾഡ് എക്സർസൈസും ആവാം, അപ്രോപ്രിയേറ്റ് എക്സർസൈസും ആവാം. അങ്ങനെ ഇരട്ടകൾ എന്ന് പറയാൻ കാരണം ഇത് രണ്ടിനെയും ചേർത്താണ് വേദത്തില് അശ്വിനി ദേവതമാര് എന്ന് പറയുന്ന. ഹിതാഹാര മിത ആയാസ ഏതേ അശ്വിനി ദേവത. അപ്പോ ചില ദേവതാ സങ്കല്പങ്ങളൊക്കെ അച്ഛനും അമ്മയും മക്കള് എന്ന രീതിയിൽ പ്രസവിച്ച് വളർത്തുന്ന ദൈവങ്ങളല്ല വൈദിക ദേവത. വൈദിക ദേവതകളെല്ലാം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിലുള്ള ഈ പ്രകൃതിയിലെ പ്രതിഭാസം മനുഷ്യനുമായി ബന്ധപ്പെടുത്താവുന്ന ദേവതാ സങ്കല്പമാണ്. പ്രകൃതിയാണ് യഥാർത്ഥത്തില് ഭാരതീയ ദേവതയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അശ്വിനി ദേവത എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ഫുഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് എക്സർസൈസ്. അപ്രോപ്രിയേറ്റ് ഫുഡ് ആൻഡ് കൺട്രോൾഡ് എക്സർസൈസ് ആണ് അശ്വിനി ദേവത എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ച് ഏതാനും വരികൾ. നിങ്ങൾ ജീവിതത്തിൽ എന്നെങ്കിലും തിരുവനന്തപുരത്തെ RCCയിൽ പോകണം. അവിടെ 6 മാസം, 7 മാസം, 8 മാസം അല്ലെങ്കിൽ 1 വയസ്സ്, 1.5 വയസ്സ് പ്രായമായിട്ടുള്ള കുട്ടികൾ, ആ കുട്ടികളുടെ നാക്കിൽ ക്യാൻസർ, പല്ലിൻ്റെ ഇടയിൽ ക്യാൻസർ, തൊണ്ടയിൽ ക്യാൻസർ, എപ്പിഗ്ലോട്ടിസിൽ ക്യാൻസർ, ആമാശയത്തിൽ ക്യാൻസർ, കണ്ണിൻ്റെ ഉള്ളിൽ ക്യാൻസർ, തലച്ചോറിനകത്ത് ക്യാൻസർ, ഇങ്ങനെ വേദനയുടെ പര്യായമായ ക്യാൻസർ ശരീരത്തെ ബാധിച്ച് ആ ചെറിയ കുട്ടികളെ 6 മാസം, 8 മാസം, 10 മാസം മാത്രം പ്രായമുള്ള കുട്ടികളെ മടിയിൽ വെച്ച് കരയുന്ന അമ്മമാരെ ഒന്ന് കാണണം. നിങ്ങളത് ചെയ്യണം. ഇതെൻ്റെ അഭ്യർത്ഥനയല്ല, ഇതെൻ്റെ നിർദ്ദേശമാണ്. എന്താ ഞാൻ നിർദ്ദേശിക്കാൻ കാരണം അറിയോ? നമ്മൾ പ്രമോഷൻ കിട്ടിയില്ല, സാമ്പാറിന് ഉപ്പ് പോരാ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കറി എൻ്റെ ഭാര്യ ഉണ്ടാക്കിയില്ല, എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല, എനിക്ക് ഉദ്ദേശിച്ചത്ര റിസൾട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ ജോലി പോയി, എനിക്ക് വേറൊരു ജോലി ചെയ്യാനുള്ള മൂഡില്ല, എനിക്ക് ഇന്ന് തീരെ വയ്യ, ഞാൻ വിശ്രമിക്കാൻ പോവാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ദുഃഖിക്കുകയോ
വിഷമിക്കുകയോ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയോ എല്ലാം ചെയ്യുന്ന എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ RCCയിൽ ചെന്ന് ആ ചികിത്സയ്ക്ക് വിധേയമാകുന്ന ജീവിക്കുമെന്ന് ഒരുറപ്പുമില്ലാത്ത എപ്പോൾ വേണമെങ്കിലും മരിക്കും എന്നുറപ്പുള്ള ഈ ചെറിയ കുട്ടികളെ ഒന്ന് കാണണം. മാത്രമല്ല ആ കുട്ടികളെ മടിയിൽ വെച്ച് കരയുന്ന അമ്മമാരെയും ഒന്ന് കാണണം. നമ്മുടെ ദുഃഖവും അവരുടെ ദുഃഖവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇനി അടുത്തത് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ വിൻബർഗ് എന്നൊരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം ലോകത്തിൽ ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കുറേ ഇരുമ്പിൻ്റെ കൂടുകൾ ഉണ്ടാക്കി, വലിയ കൂടുകൾ ഉണ്ടാക്കി. ആ ഇരുമ്പിൻ്റെ കൂട്ടിൽ സിംഹം, പുലി, കരടി, ചെന്നായ തുടങ്ങിയ ഫെറോഷ്യസ് വൈൽഡ് ആനിമൽസിൻ്റെ ഒരു താവളമാക്കി. ഈ മൃഗങ്ങളെല്ലാം വലിയ കൂടുകളില്ല, വേറെ വേറെ കൂടുകളിലാക്കി. എന്നിട്ട് 2-2.5 മാസക്കാലം അവയ്ക്ക് വെജിറ്റേറിയൻ ഭക്ഷണം കൊടുത്തു. വെജിറ്റേറിയൻ ഭക്ഷണമാണ് അവയ്ക്ക് കൊടുത്തത്. ആ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് ആ മൃഗങ്ങൾ കുറേ കഴിഞ്ഞ് നല്ല ആരോഗ്യവാന്മാരായി തന്നെയുള്ള മൃഗങ്ങൾ, ഇറച്ചി കൊടുത്തില്ല, ചോര കൊടുത്തില്ല, മറ്റ് മൃഗങ്ങളുടെ ഡെഡ് ബോഡി കൊടുത്തില്ല, വെറും വെജിറ്റേറിയൻ ഭക്ഷണം കൊടുത്ത മൃഗങ്ങൾ വളരെ സൈലൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്നത് കണ്ടു. വയലൻ്റായിട്ടുള്ള മൃഗങ്ങൾ സൈലൻ്റായിട്ട് ബിഹേവ് ചെയ്യുന്നത് കണ്ടു. പ്രൊഫസർ വിൻബർഗ് വെജിറ്റേറിയൻ ഭക്ഷണത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തിൽ എഴുതിയിരിക്കുന്നത് യതോ അന്ന തതോ മനഃ. സംസ്കൃതത്തിലെ വരിയ, ഉപനിഷത്തിലെ വരിയാണ്. എങ്ങനെയാണോ നമ്മൾ കഴിക്കുന്ന ആഹാരം അതേപോലെ ഇരിക്കും നമ്മുടെ മനസ്സ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും പറയുന്നു, നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ആരുമാവട്ടെ, നിങ്ങൾ ഇന്നു മുതൽക്ക് വെജിറ്റേറിയൻ ആവണം. ഈ മൃഗത്തിൻ്റെ ചോരയും ഇറച്ചിയും കൊണ്ട് നിങ്ങളുടെ ശരീരം വളർത്തരുത്. ഒരു സൂര്യപ്രകാശത്തിൽ സസ്യങ്ങൾ ഇലയിലും പൂവിലും കായിലും വേരിലും ഭക്ഷണം ഉണ്ടാക്കാൻ, അപ്പോൾ സൂര്യൻ്റെ പ്രകാശത്തെ നേരിട്ട് അവയുടെ ശരീരമാക്കി മാറ്റുന്നില്ല. അത് ഫസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഭക്ഷണമാണ്. ഏത്? വഴുതനങ്ങ, കത്തിരിക്ക, മത്തങ്ങ, ചേന, ചേമ്പ്. ഇത് സൂര്യപ്രകാശത്തെ ഡയറക്ട്ലി സ്റ്റാർച്ചായിട്ട് കൺവെർട്ട് ചെയ്തിരിക്കുന്ന സാധനം. ഇനി ആ ഭക്ഷണം മൃഗങ്ങൾ കഴിച്ച്, പശു, പോത്ത്, എരുമ അല്ലെങ്കിൽ പന്നി ഇതെല്ലാം കഴിച്ച് അതിൻ്റെ ഇറച്ചി നമ്മൾ കഴിക്കുമ്പോൾ അത് സെക്കൻഡ് ഹാൻഡായി. ആ മൃഗങ്ങൾക്കുള്ള രോഗം മുഴുവൻ നമുക്കുണ്ടാവും. അതിൻ്റെ ചോരയിലുള്ള എല്ലാ രോഗാണുക്കളും നമ്മുടെ ശരീരത്തിലുണ്ടാവും. അതിൻ്റെ കുടലിൽ പല രീതിയിൽ കേരളീയർ ഈ പന്നിയുടെ കുടലൊക്കെ കഴിക്കാറുണ്ട്. ആ കുടലിൽ എന്തെല്ലാം മലങ്ങളാണ് ഉള്ളത് അത് നമ്മളുടെ ശരീരത്തിൽ വരും. മാത്രമല്ല, ഞാൻ ബയോകെമിസ്ട്രിയിൽ PhD എടുത്ത ഒരാളാണ്. ഞാനും നിങ്ങളോട് അപേക്ഷിക്കുന്നു, നമ്മൾ ഒരു മൃഗത്തിൻ്റെ ചോരയും ഇറച്ചിയും അവയവങ്ങൾ കഴിക്കുമ്പോൾ ആ മൃഗം അനുഭവിക്കുന്ന വേദനയുടെ ശാപവും കൂടി നമ്മുടെ തലയിലുണ്ടാവും. അപ്പോൾ ആഹാരപരമായിട്ട് നോൺ വെജിറ്റേറിയൻ ഡെഡ്ലി ഡേഞ്ചറസ് ആണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, വികാരപരമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ മൃഗം അനുഭവിക്കുന്ന വേദന അതിൻ്റെ കഴുത്തിലൂടെ കത്തി ഇറങ്ങുമ്പോൾ അത് എനിക്കും നിങ്ങൾക്കും ഒരു ശാപമായി വരരുതേ. അതുകൊണ്ട് പ്രൊഫസർ വിൻബർഗ് പറഞ്ഞതുപോലെ യതോ അന്ന തതോ മനഃ. നമ്മുടെ മനസ്സ് നന്മ നിറഞ്ഞതാവണമെങ്കിൽ ആഹാരവും കൂടി നന്മ നിറഞ്ഞതാവണം. ഇനി അടുത്തൊരു കാര്യം പറയാം. സാമ്പാറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ സാമ്പാറിൻ്റെ പ്രത്യേകത അറിയോ? ശരിക്ക് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരുന്ന കായം, ഹരിയാനയിൽ ഉണ്ടാക്കുന്ന ഉലുവ, ഉത്തർപ്രദേശിൽ ഉണ്ടാക്കുന്ന മല്ലി, മധ്യപ്രദേശിൽ ഉണ്ടാക്കുന്ന പരിപ്പ്, ബംഗാളിൽ ഉണ്ടാക്കുന്ന കടുക്, ആന്ധ്രയിൽ ഉണ്ടാക്കുന്ന മുളക്, അതുപോലെ തന്നെ കർണാടകയിൽ ഉണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി, തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന വെജിറ്റബിൾ, കേരളത്തിൽ ഉണ്ടാക്കുന്ന പച്ചവെള്ളം, ഇതുപയോഗിച്ചിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാജസ്ഥാൻ, ഹരിയാന, ഉത്തർപ്രദേശ്, ബംഗാൾ, മധ്യപ്രദേശ്, ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം, ഇത്രയും സംസ്ഥാനങ്ങളെ ബന്ധപ്പെടുത്തുന്ന ഒരു കറിയാണ് സാമ്പാർ. അപ്പോൾ സാമ്പാർ കഴിക്കുമ്പോൾ
നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് ഓർക്കാം. ഈ സാമ്പാർ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ശേഷമല്ല. കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷമായിട്ട് സാമ്പാർ ഉണ്ട്. ആ സാമ്പാർ ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമാണ് എന്നുകൂടി ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു ചെറിയ സംഭവം, മാതാ അമൃതാനന്ദമയി പറഞ്ഞൊരു സംഭവം. അവര് ഏതോ ഒരു രാജ്യത്തിലേക്ക് പോയി മടങ്ങി വരുമ്പോൾ ഇടയ്ക്ക് ഒരു എയർപോർട്ടിൽ കുറച്ചു നേരം വിശ്രമിക്കേണ്ടി വന്നു. ഇപ്പോൾ ഒരു പെൺകുട്ടി അമ്മയുടെ അടുത്ത് വന്നു, അമൃതാനന്ദമയുടെ അടുത്ത് വന്നു. മോള് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു, ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിച്ചു, എല്ലാം ചോദിച്ചു. വിവാഹം കഴിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല. മോളല്ല, മോൻ, ഒരു പയ്യനാണ് വന്നത് അമ്മയുടെ അടുത്ത്. ആ മോനോട് ചോദിച്ചു വിവാഹം കഴിച്ചോ എന്ന്. അവൻ പറഞ്ഞു ഇല്ല, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. അവർ എന്താ വിവാഹം കഴിക്കാത്തതെന്ന് ചോദിച്ചു. സർവ്വതും തികഞ്ഞ ഒരു പെൺകുട്ടിയെ ഞാൻ അന്വേഷിച്ച് നടക്കുകയാണ്, എനിക്ക് വിവാഹം കഴിക്കാൻ. അങ്ങനെ ഒരു പെൺകുട്ടിയെ കിട്ടിയിട്ടില്ല എന്ന് ആ പയ്യൻ അമ്മയോട് പറഞ്ഞു. അതായത് എയർപോർട്ടിൽ വെച്ച് കണ്ട പരിചയമില്ലാത്ത ഒരു പയ്യൻ അമ്മയുടെ അടുത്ത് വന്ന് കുറേ നേരം സംസാരിക്കുന്നതിനിടയ്ക്ക് അമ്മ ചോദിച്ചു കല്യാണം കഴിച്ചോ എന്ന്. ഇല്ല പറഞ്ഞു. എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ സർവ്വതും തികഞ്ഞ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ച് നടക്കാറുണ്ട്. ഇതുവരെ കിട്ടിയില്ലേ മോനെ എന്ന് ചോദിച്ചു. ഇത് എനിക്ക് കിട്ടിയില്ല. എവിടെയെങ്കിലും സർവ്വതും തികഞ്ഞ ഒരു പെൺകുട്ടി ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ആ പയ്യൻ പറഞ്ഞു, ഞാൻ യാത്രയ്ക്ക് പോകുമ്പോൾ ടോക്കിയോ എയർപോർട്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടു. അതിൻ്റെ പെരുമാറ്റം, അത് സംസാരിക്കുന്ന രീതി, അതിൻ്റെ ഭംഗി, അതിൻ്റെ സൗന്ദര്യം, ഇതെല്ലാം കണ്ടപ്പോൾ എനിക്കതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണമെന്നുണ്ട്, ഞാൻ മൾട്ടി ബില്യണയറാണ്, നിനക്ക് വേണ്ടതെല്ലാം തരാം, നിന്നെ വിവാഹം കഴിക്കണമെന്നുണ്ട് എന്ന് ഈ പയ്യൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു. അത്രേ. അപ്പം ആ പെൺകുട്ടി എന്താ മറുപടി പറഞ്ഞത് എന്ന് അമൃതാനന്ദമയി ഈ പയ്യനോട് ചോദിച്ചു. ആ പയ്യൻ പറഞ്ഞു, സർവ്വതും തികഞ്ഞ ഒരു പുരുഷനെ വിവാഹം കഴിക്കാനായിട്ട് ആ പെൺകുട്ടി അന്വേഷിച്ച് നടക്കുകയാണ്, ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് ഈ പയ്യനോട് ആ പെൺകുട്ടി പറഞ്ഞു. അത്രേ. അപ്പം ഈ പയ്യൻ പെട്ടെന്ന് മനസ്സിലായി, ആ എന്നിൽ എല്ലാം തികഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിച്ചാലും മറ്റുള്ളവരങ്ങനെ വിചാരിക്കണമെന്നില്ല. ആ കുട്ടിക്ക് ഇയാളിൽ കുറേ പരിമിതികൾ കാണാൻ സാധിച്ചു. എന്താ ഇതിൻ്റെ അർത്ഥം അറിയോ? നീട്ടി വലിച്ച് പറയുന്നതിന് വരെ ഒറ്റ വരിയിൽ എല്ലാം തികഞ്ഞവർ ഈ ലോകത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. അപ്പം നമ്മൾ എല്ലാം തികഞ്ഞവരാണെന്ന് ധരിക്കാതെ, ഇന്ന് ഞാൻ കുറേ കാര്യം നിങ്ങളോട് പറഞ്ഞു. നാക്കിനെ കുറിച്ച് മനഃശാസ്ത്രം പറഞ്ഞു, ഒരു പാട്ട് മന്ത്രം കേൾക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, ടോയ്ലറ്റിൽ ഗീത വയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, ചെവിയെക്കുറിച്ച് എസ് എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞു, തലച്ചോറുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു, ശവപ്പെട്ടിക്കാരൻ്റെ പ്രാർത്ഥന പറഞ്ഞു, ഡോക്ടറുടെ പ്രാർത്ഥന പറഞ്ഞു, ജീവിതം എന്നൊരു അത്ഭുതം എന്ന പുസ്തകം പറഞ്ഞു, അതുപോലെ തന്നെ അശ്വിനി ദേവതമാരെ കുറിച്ച് പറഞ്ഞു, കുട്ടികളിലെ ക്യാൻസർ പറഞ്ഞു, വിൻബർഗിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ സാമ്പാറിനെ കുറിച്ച് പറഞ്ഞു, സർവ്വതും തികഞ്ഞ വ്യക്തി എന്നുള്ള അതിനെക്കുറിച്ചും പറഞ്ഞു. ഏതാണ്ട് 35 മിനിറ്റ് ആയിട്ടുണ്ടാവും. പ്രണാമം, നമസ്കാരം. ഇത് നിങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിക്കുകയും കൂടി ചെയ്യുക. നിരന്തരം ഓർമ്മിക്കുക. മാറ്റം വരാൻ നിങ്ങൾക്ക് വിധേയമാവാനുള്ള ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.